പണി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇന്ന് വലിയ പണികളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ചോറ് ഇറക്കി വെച്ചേക്കാൻ നാട്ടിൽ തെർമോക്കോളിന്റെ ചൂടാറാപ്പെട്ടി. അപ്പൊ ഇതില് നമ്മൾ ചോറ് തിളപ്പിച്ച് ഞാൻ ഇതിൽ ഇറക്കി വെക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂറോ കഴിയുമ്പോൾ അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. കറിയാണ് വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുന്ന ഇലക്കറി. അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇലക്കറി. അതേപോലെ തന്നെ കുറച്ച് സമൂസ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ സമൂസ എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അത്. പിന്നെ കായ്പോളയാണോന്ന് അറിയില്ല കേട്ടോ അതെ ഈ സംഭവം. നല്ല ടേസ്റ്റിയാണ്. ചിക്കനൊക്കെയാണ് ഇതിൽ വെച്ചേക്കുന്നത് കേട്ടോ. ഉണ്ടോ, എന്താണ് പേരറിയാവുന്ന ഒരു കമന്റ് ചെയ്യണോട്ടെ ഇതിന്റെ. അപ്പൊ ഈ സംഭവം, പിന്നെ ജ്യൂസ്, ഫ്രൂട്ട് സലാഡൊക്കെ ഇന്നലത്തെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ 2 ദിവസത്തേക്കായിട്ടാണ് ഉണ്ടാക്കാറ്. മീൻകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മീൻകറിയിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മള് മുളക് ചാറാണ് വെച്ചേക്കണത്. അപ്പൊ അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി വരുമ്പോ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. മൂടി വെച്ചാൽ അതും റെഡിയായി. ഉള്ള ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തേത്. ഇന്നലത്തെ ബാലൻസ് എല്ലാം ഇരിക്കേണ്ട. അപ്പൊ അതൊക്കെ കൊണ്ടൊക്കെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇന്ന് വാങ്ങിച്ചേക്കുന്നത് ഇതാണ് സംഭവം. ഉണ്ടാക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങിക്കണത്.